ഞാൻ ആദ്യമായിട്ടാണ് സൗദിയിൽ വരുന്നത്. വരുന്നതല്ല, ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്തേക്ക് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പേരിലാകുന്നു എന്നത് ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ കാണുന്നത്. അതുപോലെ ആദ്യമായി ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് ഇങ്ങോട്ട് വരുമ്പോഴല്ല, ഡൽഹി ഒരു തവണ പോയി. അതും കോൺഗ്രസ് ആവശ്യത്തിന് വേണ്ടി KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ, അതും ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ആദ്യമായി ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത് ഞാൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ച സമയത്താണ് ആദ്യമായി ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത്. അങ്ങനെ ജീവിതത്തിലെ ഓരോ ഘട്ടവും എന്നെ സംബന്ധിച്ച് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എല്ലാ നന്മ തിന്മകളും എല്ലാ ഓർമ്മകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തോട് തൊട്ടുകിടക്കുന്നതല്ലാത്ത ഒന്നും ഓർത്തെടുക്കാനില്ല എന്നുള്ളതാണ്. ആദ്യമായി കൂട്ടം കൂടി തല്ല് കിട്ടിയതും ഒരു KSUക്കാരനാണ് എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്കൂട്ടം വന്ന് നമ്മളെ തല്ലി വീഴ്ത്തുന്നത് KSUക്കാരനായിരിക്കുമ്പോഴാണ്, അതും ഈ പാർട്ടിയുടെ പേരിലാണ്. ആദ്യമായി ഒരു കേസെടുക്കുന്നത് അതും ഈ പാർട്ടിയുടെ പേരിലാണ്. ആദ്യമായി പോലീസ് വീട്ടിലെത്തുന്നതും ഈ പാർട്ടിയുടെ പ്രവർത്തകനായതിൻ്റെ പേരിലാണ്. ആദ്യമായി എൻ്റെ വീട്ടിൽ നിന്ന് അതിരാവിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അതും ഈ പാർട്ടിയുടെ പേരിലാണ്. അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓർമ്മിക്കുന്ന എല്ലാ നന്മ തിന്മകളും, എല്ലാ നല്ലതും ചീത്തതുമായതൊക്കെ, ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് എന്നത് അഭിമാനത്തോടെ തന്നെയാണ് ഞാനെന്നും കണ്ടിട്ടുള്ളത്. ദീർഘമായി പറയേണ്ടതില്ല. വളരെ വൃത്തിയായി, വളരെ ഭംഗിയായി, അർത്ഥസമ്പുഷ്ടമായി VT ബൽറാമും അതുപോലെ സംസാരിച്ച എല്ലാവരും മനോഹരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, വർത്തമാനത്തെക്കുറിച്ച്, വെല്ലുവിളികളെക്കുറിച്ച്, നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ച്, അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് വരെ കൃത്യമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ ലിബിൻ്റെ പിതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്, KSUവിൻ്റെ സ്റ്റേറ്റ് കൺവീനറായ ലിബിൻ. അദ്ദേഹം ഇന്നാണ് ജയിൽ മോചിതനായത്. അങ്ങനെ നിരവധി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തെരുവിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. നിരവധി കള്ളക്കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എത്രയൊക്കെ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടാലും, എത്രയൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, എത്രയൊക്കെ സങ്കടങ്ങൾ പേറി നടക്കേണ്ടി വന്നാലും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ത്രിവർണ്ണ പതാക ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് പോവുകയില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നേരത്തെ VT സൂചിപ്പിച്ചു, ഒരു മാനസിക വൈകല്യമുള്ള ഒരാൾ നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാണുകയാണ്. പ്രതിഷേധിക്കുന്നവരെ ചെടിച്ചട്ടിയെടുത്ത് തലക്കടിക്കുകയാണ്. പ്രതിഷേധിക്കുന്നവരെ ചെടിച്ചട്ടിയെടുത്ത് തലക്കടിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ ഒരു മുഖ്യമന്ത്രി കടന്നു വരുന്നു എന്നത് അപമാനകരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ എത്ര ചെടിച്ചട്ടികൾ നിങ്ങൾ എടുത്ത് തലക്കടിച്ചാലും, എത്ര കള്ളക്കേസുകൾ എടുത്താലും, എത്ര ക്രൂരമായി മർദ്ദിച്ചാലും, എന്തെല്ലാം നിങ്ങൾ ചെയ്താലും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസും KSUവും മുന്നോട്ട് പോവുകയാണ്. എന്താണ് യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്ത തെറ്റ്? ഞാൻ 5 മിനിറ്റ് അധികം സംസാരിക്കുന്നില്ല കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. എന്താണ് യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്ത തെറ്റ്? പിണറായി വിജയന്റെ ഒരു ബസ്, 1.5 കോടി വില വരുന്ന ഒരു ബസ്സിൽ ഒരു മുഖ്യ വാഴയും 10-20 മരവാഴകളുമായി കേരളത്തിൻ്റെ തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അത് നമ്മളെ സംബന്ധിച്ചൊരു ബസ് റോട്ടിലൂടെ പോകും നമുക്കൊരു പ്രശ്നമൊന്നുമല്ല. 1.5 കോടിയുടെ 2 കോടിയുടെ 3 കോടിയുടെ ഇത്ര കോടിയുടെ ബസ് വരും നമുക്ക് പ്രശ്നമൊന്നുമല്ല.
പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. KPCCയുടെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് VT ബൽറാമും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പെൻഷൻ കൊടുത്തോ? 1600 രൂപ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ കൊടുത്തോ? അത് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ സപ്ലൈകോയിൽ നിങ്ങൾ സാധനങ്ങൾ എത്തിച്ചോ? അത് എത്തിച്ചിട്ടില്ല. റേഷൻ കടയിൽ സാധനങ്ങളുണ്ടോ? അത് എത്തിച്ചിട്ടില്ല. കറണ്ട് ബില്ല് കുറക്കാൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ? ഇല്ല. കാരുണ്യ ബലവനൽ ഫണ്ടിൽ നിന്ന് കൊടുത്തിരുന്ന ചികിത്സാ സഹായം കൊടുക്കാൻ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഇല്ല. ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ വല്ല പ്രഖ്യാപനം തീരുമാനമുണ്ടോ? ഇല്ല. സർക്കാർ ജീവനക്കാർക്ക് പോലും പെൻഷൻ കൊടുത്തിട്ടില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുത്തിട്ടില്ല. ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന പാവപ്പെട്ട അമ്മമാർക്ക് ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്ന പാചകം ചെയ്യുന്ന പാവപ്പെട്ട അമ്മമാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ഉച്ചക്കഞ്ഞി ഉണ്ടാക്കാനുള്ള അരി കൊടുത്തിട്ടില്ല. ജനകീയ ഹോട്ടൽ എന്ന് പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ അഭിമാനകരമായ നേട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടു നടക്കുന്ന ജനകീയ ഹോട്ടലിൽ 20 രൂപക്ക് ഊണ് കൊടുത്തിരുന്ന പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർ ഫണ്ടിൽ നിന്ന് പണമെടുത്തും മാല പണയം വെച്ചുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിൽ നിന്ന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആ പണം കൊണ്ട് 20 രൂപക്ക് ചോറ് കൊടുത്തിട്ട് ജനകീയ ഹോട്ടൽ നടത്തിയിട്ട് ആ പണവും ഇപ്പോൾ തിരിച്ച് അവർക്ക് കിട്ടിയിട്ടില്ല. ആത്മഹത്യയുടെ വക്കീലാണ് പലരും. എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്ത്? അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇതൊക്കെയാണ് ചോദിക്കുന്ന ചോദ്യം. ഞാൻ മുഴുവൻ ചോദിക്കുന്നില്ല. ഇതൊക്കെയാണ് ചോദ്യം. ഇതിന് ഇന്ന് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത, നമ്മുടെ ഈ ജനസമ്പർക്ക പരിപാടിയുമായി നവകേരള സദസ്സുമായി കടന്നു ചെന്നതിൻ്റെ ഫലം എന്താണ്? നമുക്ക് കേന്ദ്രം തരുന്നില്ല എന്ന് ജനങ്ങളോട് പറയാൻ കഴിഞ്ഞു എന്നതാണ്. 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം തരുന്നില്ല. റേഷൻ കടയിൽ സാധനങ്ങളുണ്ടോ? കേന്ദ്രം തരുന്നില്ല. ഉച്ചക്കഞ്ഞിക്കുള്ള അരി കൊടുത്തോ? കേന്ദ്രം തരുന്നില്ല. ഭക്ഷണമുണ്ടാക്കുന്ന പാചകം നടത്തുന്ന സ്ത്രീകൾക്ക് ശമ്പളം കൊടുത്തോ? കേന്ദ്രം തരുന്നില്ല. സപ്ലൈകോ സാധനങ്ങളില്ല, കേന്ദ്രം തരുന്നില്ല. KSRTC പെൻഷൻ കൊടുത്തില്ല, കേന്ദ്രം തരുന്നില്ല. ശമ്പളം കൊടുത്തില്ല, കേന്ദ്രം തരുന്നില്ല. ഇതെല്ലാത്തിനും ഒരൊറ്റ മറുപടിയുള്ളൂ, കേന്ദ്രം തരുന്നില്ല. നമുക്ക് ശരി, കേന്ദ്രം തരുന്നില്ല എന്നൊരു വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം. അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിലേക്ക് വിശദമായി ഞാൻ കടന്നു പോകുന്നില്ല. കേന്ദ്രം തരുന്നില്ല എന്ന നിലപാടിനെ നമ്മൾ സ്വീകരിക്കുകയാണ് എന്ന് വെച്ചാൽ തന്നെ 27 കോടി രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം സെന്ററിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ശോഭനയും പോലെയുള്ള താരരാജാക്കന്മാരെ കൊണ്ടുവന്ന് കേരളീയം എന്ന് പറയുന്ന ഒരു പദ്ധതി, കേരളീയം എന്ന് പറയുന്ന ഒരു മാമാങ്കം നടത്തിയിട്ട് ആട്ടിറച്ചിയും പോത്തിറച്ചിയും കോഴിയിറച്ചിയും വരട്ടിയതും വരട്ടാത്തതും വേവിക്കാത്തതും വേവിച്ചതുമൊക്കെ താരരാജാക്കന്മാരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുമ്പോൾ അപ്പൊ ഇവർക്കൊരു പ്രശ്നവുമില്ല. കേന്ദ്രം തരാത്തത് പ്രശ്നമല്ല. അപ്പൊ കേന്ദ്രം തരാത്തത് പ്രശ്നമല്ല. 1.5 കോടിയുടെ ബസ് ഉണ്ടാക്കിയിട്ട് ആ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവർക്ക് വിനോദയാത്ര നടത്താൻ അപ്പൊ കേന്ദ്രം തരാത്തത് പ്രശ്നമല്ല. മുഖ്യമന്ത്രിയും ഭാര്യയും മകനും മരുമകളും പേരക്കുട്ടിയും ഉലകം ചുറ്റും ബാലുവിനെ പോലെ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ അതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ അപ്പൊ കേന്ദ്രം തരാത്തത് പ്രശ്നമല്ല. ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്ക് 1600 രൂപയുടെ പെൻഷൻ ചോദിക്കുമ്പോൾ കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നു. ഇവരോട് സാമാന്യം മര്യാദ പാലിച്ചുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. പാവപ്പെട്ടവന്റെ പെൻഷൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ കേന്ദ്രം തരുന്നില്ല. ഇവർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം. അപ്പൊ 1.5 കോടിയുടെ ബസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. 21 മരവാഴകൾ ഇന്നോവ കാറിൽ ഡ്രൈവറും അതുപോലെയുള്ള ആളുകളും ഒക്കെ കൂടി പോകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് വരും, അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ബസ് ഉണ്ടാക്കിയത് എന്നാണ്. എന്നാൽ എന്ത് തോന്നിവാസമാണ് ഇവർ ചെയ്തതെന്ന് നിങ്ങൾ നോക്കണം. 1.5 കോടിയുടെ ബസ് മുന്നിൽ പോകുമ്പോൾ ഈ 21 മന്ത്രിമാരുടെയും ഇന്നോവ കാറും പിന്നെ സെക്യൂരിറ്റി ജീവനക്കാരും അടക്കം 68ഓളം വാഹനങ്ങൾ ഈ ബസ്സിന് പുറകെ സഞ്ചരിക്കുന്നത് ഈ കേരളം കാണാൻ. നമ്മുടെ മുമ്പിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മതില് പൊളിക്കുന്നു.
അപ്പം മതിൽ പൊളിക്കുമ്പോൾ എന്താ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹനം സ്കൂളിനകത്തേക്ക് സുഖമായി കയറാൻ വേണ്ടിയിട്ടാണ്. ആ ബസ് ഏതുവരെയാണോ എത്തുന്നത് അവിടെ ഇറങ്ങിയിട്ട് ഇന്നോവ കാർ പുറകിൽ വരുന്നുണ്ട്. ഒരു 100 മീറ്റർ നടക്കാൻ ഇനി അദ്ദേഹത്തിന് കുഴപ്പമില്ലെങ്കിൽ മരുമോനും കൂട്ടരും കൂടെ ഉണ്ട്, എടുത്തു കൊണ്ടുപോയി ഇന്നോവ കാറിലിരുത്തിയിട്ട് ആ സ്കൂളിനകത്തേക്ക് കൊണ്ടുപോയാൽ മതി. അതിന് സാധ്യമല്ല. ആ മതില് പൊളിച്ചിട്ട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മതില് പൊളിച്ച് ഈ ബസ് അതിനകത്തേക്ക് കൊണ്ടുപോകണം. ഞാനിത് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറഞ്ഞു പോകേണ്ടി വരും. അപ്പോ ഈ പ്രതിഷേധത്തെ അവർ തടയുകയാണ്. ഈ ചോദ്യം ചെയ്യുകളെ അവർ ഭയക്കുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യാൻ കടന്നു വരുന്നവരെ തലക്കടിച്ചും ലാത്തിയടിച്ചും ഇവർ എങ്ങനെയെങ്കിലും ഇതങ്ങ് അവസാനിപ്പിക്കാമെന്ന ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും അക്രമത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു പീഡനത്തിന്റെ പേരിൽ ഈ സമരവും പ്രതിഷേധവും അവസാനിപ്പിച്ച് വീട്ടിൽ പോയി ഇരിക്കുന്നവരല്ല യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും എന്ന ബോധ്യം പിണറായി വിജയനും CPM-നും ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടെ അവരെ കാണുമ്പോൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എത്ര സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഷുഹൈബിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കണ്ണൂരിലെ എടയന്നൂരിലെ മട്ടന്നൂരിലെ ഷുഹൈബിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 27 വയസ്സുവരെ ഉപ്പയും ഉമ്മയും വളർത്തി വലുതാക്കി ആ ഷുഹൈബ് വിവാഹപ്രായമെത്തി വിവാഹം കഴിക്കാനുള്ള തീരുമാനമെടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം തീരുമാനിക്കപ്പെട്ട് മണവാട്ടിയുടെ കൈ പിടിച്ച് ആ മണവാട്ടി ഒന്നിച്ച് മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളുമായി ആ പുത്തൻ ഉടുപ്പിട്ട് വീട്ടിലേക്ക് ഭാര്യയുമൊത്ത് കടന്നു വരുന്ന കാഴ്ച സ്വപ്നം കണ്ട ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിലേക്ക് 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മകന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ അപ്പോൾ പോലും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പതാക അകത്തൊളിപ്പിച്ചു വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ പോലും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം വിളിക്കൽ അത് നിർത്തിവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഷുഹൈബിന്റെ ഉപ്പ മുഹമ്മദ് KSU ക്യാമ്പിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ മകൻ മരണപ്പെട്ടതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, എൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ മകൻ ഷുഹൈബ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നഷ്ടപ്പെട്ടപ്പോ അതിനു പകരം 100 കണക്കിന് മക്കളെ ഈ പ്രസ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാൻ ആർജവം കാണിച്ച മുഹമ്മദ് കയെ പോലെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഷുഹൈബിനെ കൊന്നുകളഞ്ഞു എന്നതുകൊണ്ട് പിറ്റേ ദിവസം എടയന്നൂരിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനും വീട്ടിൽ കയറി ഒളിച്ചിരുന്നിട്ടില്ല. കൃപേഷിനെയും ശരത്ലാലിനെയും ബോംബെറിഞ്ഞ് കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ആരും ഭയപ്പെട്ട് പിന്മാറിയിട്ടില്ല. സഖാവ് TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നുകളഞ്ഞപ്പോ ആ വാർത്ത പുറത്തു വന്ന ദിവസം പിറ്റേ ദിവസം എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, രാത്രി പുറത്തിറങ്ങുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നാണ്. രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ്. അല്ലാതെ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി വീട്ടിൽ കയറിയിരിക്കണമെന്നല്ല എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്. പുറത്തിറങ്ങുമ്പോ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഉപ്പമാരുടെ മക്കളാണ് ഞങ്ങളെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രതാപകാലത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ടാണ് ഞാൻ ഈ വിദേശത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 1901 മഹാത്മാഗാന്ധി ഇതുപോലെ ആദ്യമായി പങ്കെടുത്ത ഒരു സമ്മേളനം, കോൺഗ്രസിന്റെ സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ്. മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത കൊൽക്കത്ത സമ്മേളനത്തിലേക്ക് ഗാന്ധിജി കടന്നു വരുമ്പോൾ അവിടെ വ്യത്യസ്ത വിഭാഗങ്ങളിലായി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നേരത്തെ വീട്ടിൽ സൂചിപ്പിച്ചതുപോലെ ജാതീയമായ മതപരമായ വ്യതിയാനങ്ങളുടെ പേരിൽ ആളുകൾ ഇങ്ങനെ വേറെ വേറെ പന്തികളിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഗാന്ധിജി അങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഗാന്ധിജി വല്ലാതെ അസ്വസ്ഥനായി. ഇതെന്താണ് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പോലും ആളുകൾ ഇങ്ങനെ വ്യത്യസ്ത പന്തിയിൽ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം അസ്വസ്ഥനായി. അദ്ദേഹത്തിന് ഇത് അധ്യക്ഷവേദിയിൽ പോയി പറയണം. അദ്ദേഹത്തിന് അങ്ങനെ നേരിട്ട് പോയി പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഒരു പേപ്പറിൽ അദ്ദേഹം എഴുതി കൊടുത്തു. പേപ്പറിൽ എഴുതി കൊടുത്ത് അത് അധ്യക്ഷ വേദിയിലേക്ക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈയക്ഷരം, മഹാത്മാഗാന്ധിയുടെ കൈയക്ഷരം കുറച്ച് മോശമായിരുന്നു. അപ്പൊ ആ മോശം കൈയക്ഷരം ഉള്ളതുകൊണ്ട് അധ്യക്ഷ വേദിയിലുള്ളവർക്ക് അത് വായിക്കാൻ കഴിയുന്നില്ല. അപ്പൊ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാനായ മഹാത്മാഗാന്ധിയെ വേദിയിലേക്ക് വിളിച്ച് ആ എഴുതിയത് വായിക്കാൻ പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി അത് വായിച്ചു കേൾപ്പിച്ചു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ, ഇതുപോലെ വ്യത്യസ്ത മതങ്ങളുടെ, വ്യത്യസ്ത ജാതികളുടെ പേരിൽ വ്യത്യസ്ത പന്തികളിലായിരുന്ന നമ്മൾ ഈ സമരം നയിച്ചാൽ സ്വാതന്ത്ര്യം പോയിട്ട് സ്വാതന്ത്ര്യത്തിന്റെ 7 അയലത്ത് പോലും എത്താൻ നമുക്ക് സാധ്യമാവുകയില്ല എന്ന് മഹാത്മാഗാന്ധി വളരെ സൗമ്യമായ ഭാഷയിൽ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് കോൺഗ്രസും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് അതൊരു പ്രധാന പ്രശ്നമായി കോൺഗ്രസിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പിന്നീടുള്ള സമ്മേളനങ്ങളിലാണ് മതേതരത്വം എന്ന, അല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന ഒരു മുദ്രാവാക്യം കൂടി കോൺഗ്രസ് ഏറ്റെടുത്തത്. 1948 വീണ്ടും കൊൽക്കത്തയിൽ മഹാത്മാഗാന്ധി വരുന്നുണ്ട്. ഇതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ടതിന് ശേഷം രാജ്യത്ത് വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, കൊൽക്കത്തയുടെ തെരുവിൽ, രക്തപങ്കിലമായ കൊൽക്കത്തയുടെ തെരുവ്, ആ കൊൽക്കത്തയുടെ തെരുവിലേക്ക് മഹാത്മാഗാന്ധി കൽക്കരിയിൽ സഞ്ചരിക്കുന്ന കാറിൽ ആ കൊൽക്കത്തയിലേക്ക് വന്നു. അവിടെ ആകെ ചളി പുരണ്ട ഒരു ചേരിയിലേക്കാണ് മഹാത്മാഗാന്ധി വരുന്നത്. മഹാത്മാഗാന്ധി വരുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വിഭാഗം ആളുകൾ മഹാത്മാഗാന്ധിയെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരുടെ കൈകളിൽ കരിങ്കല്ലുകളും വടികളുമുണ്ട്. ആ മനുഷ്യൻ ഇങ്ങോട്ട് വരട്ടെ, അയാളെ കൊന്നുകളയണം എന്ന് ആഗ്രഹിച്ച്, എന്ന് മുദ്രാവാക്യം വിളിച്ച്, അയാൾ വന്നാൽ എറിഞ്ഞു കൊല്ലണമെന്ന് പ്രഖ്യാപിച്ച് കാത്തു നിൽക്കുന്ന ആ ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് കൽക്കരിയിൽ സാവധാനം സഞ്ചരിക്കുന്ന കാറിൽ മഹാത്മാഗാന്ധി എന്ന അർദ്ധനഗ്നനായ ഫക്കീർ, കവിളൊട്ടിയ, വയറുള്ളിലേക്ക് കണ്ടുപോയ, കണ്ണുള്ളിലേക്ക് കണ്ടുപോയ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭൂമിയിൽ ജീവനും ജീവിതവും സമർപ്പിച്ച മഹാത്മാഗാന്ധി ആ കാറിൽ അങ്ങോട്ട് കടന്നു വന്ന് തന്നെ എറിയാൻ കാത്തു നിൽക്കുന്ന കരിങ്കല്ലുകൾ കൊണ്ട് ഉന്നം പിടിച്ചു നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് കടന്നു വന്നിട്ട് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് കൈകൾ ഉയർത്തി മന്ദസ്മിതനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോ എറിയാൻ കാത്തുനിന്ന മനുഷ്യരുടെ കൈകളിൽ നിന്ന് കരിങ്കല്ല് ചീലുകളെ താഴെ വീഴുന്നതിന്റെ ശബ്ദം അവിടെ ആ അന്തരീക്ഷത്തിൽ മുഖരിതമായി എന്ന് ചരിത്രകാരന്മാർ എഴുതി വെക്കുകയുണ്ടായി. എറിയാൻ കാത്തുനിന്നവരുടെ കൈകളിൽ നിന്ന് കരിങ്കല്ലുകളെ താഴെ വീണു, വടിക്കഷ്ണങ്ങളെ താഴെ വീണു. ഈ മനുഷ്യനെയാണോ നമ്മൾ കൊല്ലാൻ വേണ്ടി കാത്തുനിന്നത് എന്നവർ അമ്പരന്നുപോയി. അന്ന് ഗാന്ധിയെക്കുറിച്ച് RSSും സംഘപരിവാർ സംഘടനകളും പറഞ്ഞത് അയാളാണ് ഈ രാജ്യത്തെ തകർത്തത് എന്നാണ്, അയാളാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത് എന്നാണ്, അയാൾ ചാകണം എന്നാണ് സംഘപരിവാർ നേതാക്കൾ അന്ന് പറഞ്ഞത്. ആ പ്രചരണത്തിൽ വീണുപോയ മനുഷ്യരാണ് അദ്ദേഹത്തെ കൊല്ലാൻ അവിടെ കാത്തുനിന്നത്. ആ കലാപം, അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെന്ന് കൈകൾ ഉയർത്തി അവരോട് സംസാരിച്ചപ്പോൾ കൊൽക്കത്തയിലെ കലാപം അവസാനിച്ചു. എന്നാൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അപ്പോഴും കലാപം നടക്കുകയാണ്, ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രമാണ് പറയുന്നത്. അവിടെ എല്ലാ പ്രദേശങ്ങളിലും കലാപം നടക്കുന്നു. കൊൽക്കത്തയിൽ ഗാന്ധിജി എന്ന കലാപം അവസാനിപ്പിച്ചു. ബ്രിട്ടീഷ് പട്ടാളത്തിനോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോ കലാപം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. പോലീസ് ഇടപെട്ടിട്ടും കലാപം അവസാനിക്കുന്നില്ല. ഇനിയും ചോരപ്പുഴകളൊടുങ്ങും. കബന്ധങ്ങൾ നിറഞ്ഞ നാടായി ഈ രാജ്യം മാറും. റെയിൽവേ സ്റ്റേഷനുകളിൽ ചോരപ്പുഴ ഒഴുകുന്ന നാടായി ഈ നാട് മാറിക്കൊണ്ടിരുന്നപ്പോൾ മഹാത്മാഗാന്ധി അവിടെ വെച്ച് നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. ഗാന്ധിജി നിരാഹാരം പ്രഖ്യാപിച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓടി വന്നു. അങ്ങ് നിരാഹാരം കിടക്കരുത്, അതിനുള്ള ആരോഗ്യം അങ്ങേക്കില്ല. സർദാർ വല്ലഭായ് പട്ടേൽ ഓടി വന്ന് പറഞ്ഞു, അതിനുള്ള ആരോഗ്യം അങ്ങേക്കില്ല. അങ്ങയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഈ നാട് അനാഥമാകും, ഈ രാജ്യത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ഗാന്ധിജിയോട് അവർ അപേക്ഷിച്ച് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ സമരം അവസാനിപ്പിക്കാം, പക്ഷേ എൻ്റെ മുമ്പിൽ മുഴുവൻ സംഘടനകളുടെ നേതാക്കൾ, മുഴുവൻ മത നേതാക്കളും വന്ന് ഇനിയൊരു കലാപത്തിന് ഈ മണ്ണിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയില്ല, ഇനിയൊരു കലാപത്തിന് ഞങ്ങൾ തിരികൊളുത്തുകയില്ല, അതുകൊണ്ട് ഇനി ഒരിക്കലും ഞങ്ങൾ കലാപത്തിനില്ല, അതുകൊണ്ട് അങ്ങ് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് മുഴുവൻ സമുദായ സംഘടനകളും എൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഉറപ്പ് തന്നാൽ ഞാൻ എൻ്റെ സമരം അവസാനിപ്പിക്കാമെന്ന് മഹാത്മാഗാന്ധി ഉറപ്പ് നൽകി. അവിടെയുള്ള മുഴുവൻ ഹൈന്ദവ സംഘടനകളും ആ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായി. അവിടെയുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും അതിൽ ഒപ്പുവെക്കാൻ തയ്യാറായി. മുഴുവൻ ക്രൈസ്തവ സംഘടനകളും അതിൽ ഒപ്പുവെക്കാൻ തയ്യാറായി. അവിടെയുള്ള മുഴുവൻ ജാതി മത സംഘടനകളും ഇനിയൊരു കലാപത്തിന് ഞങ്ങളില്ല, മഹാത്മാഗാന്ധിയുടെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്, അതുകൊണ്ടൊരു കലാപത്തിന് ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച് മഹാത്മാഗാന്ധിയുടെ ജീവന് വേണ്ടി അവർ അദ്ദേഹത്തോട് കരഞ്ഞ് അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു, അങ്ങ് സമരം അവസാനിപ്പിക്കണം. പക്ഷേ ഒരു സംഘടന മാത്രം അതിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ല. അന്നത്തെ ഹിന്ദു മഹാസഭ, പിന്നീട് RSS ആയി രൂപം കൊണ്ട, പിന്നീട് സംഘപരിവാർ സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ ഹിന്ദു മഹാസഭ
മാത്രം അതിന് തയ്യാറായില്ല. എല്ലാ ഹൈന്ദവ സംഘടനകളും ആ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായി, എല്ലാ മുസ്ലിം സംഘടനകളും തയ്യാറായി, എല്ലാ പാഴ്സി സംഘടനകളും തയ്യാറായി, എല്ലാ ക്രൈസ്തവ സംഘടനകളും തയ്യാറായി. പക്ഷേ ഹിന്ദു മഹാസഭ പറഞ്ഞു അയാള് പട്ടിണി കിടന്ന് മരിച്ചു പോയിക്കൊള്ളട്ടെ, ഈ രാജ്യത്തിന് എന്ത് ഗുണമാണ് എന്നവർ പ്രഖ്യാപിച്ച് അതിൽ ഒപ്പുവെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും നിരവധി തവണ അവരോട് ആവശ്യപ്പെട്ടിട്ടും അവർ ഒപ്പുവെക്കാൻ തയ്യാറായില്ല. അവസാനം അവരുടെ ഒപ്പില്ലാത്ത കടലാസ് കൊണ്ടുപോയി ഗാന്ധിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവർ പറഞ്ഞു എല്ലാവരും ഒപ്പുവെച്ചിട്ടുണ്ട്, അങ്ങ് സമരം അവസാനിപ്പിക്കണമെന്ന് ഗാന്ധിയോട് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, മഹാത്മാഗാന്ധിക്ക് അന്ന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തൻ്റെ ജീവനും ജീവിതവും തൻ്റെ ചിന്തയും തൻ്റെ നടത്തവും തൻ്റെ ഇരുത്തവും തൻ്റെ വിശപ്പ് പോലും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സമർപ്പിച്ച ഒരു മനുഷ്യൻ ജീവച്ഛവമായി കിടക്കുന്ന ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തോട് അനുകമ്പ കാണിക്കാൻ അന്നത്തെ വർഗീയ സംഘടനകൾ തയ്യാറായില്ല. നെഹ്റു പറഞ്ഞു അങ്ങ് സമരം അവസാനിപ്പിക്കണം. അപ്പോൾ മഹാത്മാഗാന്ധി ആ എഴുതിയ കുറിപ്പെടുത്ത് വായിച്ചു. ആ കരാറിൽ ഒപ്പുവെച്ച ആളുകളുടെ പേര് നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ ഒരു സംഘടന ഒപ്പുവെച്ചിട്ടില്ല. കരിങ്കല്ലുകൾ കൊണ്ട് ഹൃദയമുണ്ടാക്കിയ അവസാനത്തെ മനുഷ്യനും കരിങ്കല്ലുകൾ കൊണ്ടൊരു ഹൃദയമുണ്ടെങ്കിൽ ആ കരിങ്കല്ല് പോലത്തെ ഹൃദയവും അതലിഞ്ഞു ചേർന്ന് ഇതിൽ ഒപ്പുവെക്കുന്ന സന്ദർഭത്തിലല്ലാതെ ഞാൻ എൻ്റെ സമരം അവസാനിപ്പിക്കുകയില്ല എന്ന് മഹാത്മാഗാന്ധി അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു. ഇതുപോലെ ഉറച്ച ശബ്ദത്തിലൊന്നുമല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ ശബ്ദം താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്വാസം പുറത്തേക്ക് വരുന്നത് പോലും വളരെ സാവധാനമായിരുന്നു. ആഭയുടെയും മനുവിന്റെയും ചെവിയിൽ അദ്ദേഹം ഇത് വളരെ ഒരു സ്വകാര്യം പറയുന്നത് പോലെ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അവർ അത് നെഹ്റുവിനോടും സർദാർ പട്ടേലിനോടും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർ ഒപ്പുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് സമരം അവസാനിപ്പിക്കണം. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സമരം അവസാനിപ്പിക്കണം. അപ്പോഴും ഗാന്ധിജി സമരം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. ഞാൻ ചുരുക്കുകയാണ്, അവസാനം ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പട്ടേലും നെഹ്റുവും നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനെ കൊണ്ട്, ഈ ഹിന്ദു മഹാസഭയുടെ പ്രധാനപ്പെട്ട നേതാവല്ലാത്ത ഒരു ലോക്കൽ നേതാവിനെ കൊണ്ട് അതിലൊപ്പുവെച്ച് ഗാന്ധിജിയുടെ അടുത്ത് വീണ്ടും ആ പത്രിക കൊണ്ടു ചെന്നു. അപ്പോൾ ഗാന്ധിജി അത് വായിച്ച് ചിരിച്ച് മന്ദസ്മിതനായി അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിന്റെ വലിയ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമരം അവസാനിപ്പിക്കാം, പക്ഷേ ഈ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ആ സമരം അവിടെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. സമരം അവസാനിപ്പിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സംഘപരിവാർ ശക്തികളുടെ വെടിയേറ്റ് പിടഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളുടെ പോരാട്ടങ്ങൾക്ക്, നമ്മുടെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ അതിന് ചെറുത്തുനിന്ന ഒരു മനുഷ്യനെ ഇല്ലാതാക്കുക എന്നത് RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ഉത്തരവാദിത്തമായിരുന്നു, ലക്ഷ്യമായിരുന്നു. ഗാന്ധിജി അവർ വധിച്ചു. ഞാനത് ചരിത്രം ചുരുക്കി അവസാനിപ്പിച്ചതാണ്. അതേ സാഹചര്യം വീണ്ടും ഈ രാജ്യത്തുണ്ടായിരിക്കുകയാണ്. അന്ന് എന്തിനു വേണ്ടിയാണോ മഹാത്മാഗാന്ധി നിരാഹാര സമരം ഇരുന്നത്, അതേ പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ്. ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം നമുക്ക് ഇപ്പോഴും വിളിക്കേണ്ടി വരികയാണ്. എല്ലാവരും ഒരുമിക്കട്ടെ എന്ന്, ഈ ഭാരതം ഒരുമിക്കട്ടെ എന്ന് ഒരു മനുഷ്യന് ഈ തെരുവിൽ നിന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പറയേണ്ടി വരികയാണ്. എല്ലാവരും ഒരുമിക്കുന്ന ഒരു രാജ്യം, ഒരുമിക്കുന്ന ചുവടുകൾ, ഒന്നാകുന്ന ഇന്ത്യ എന്ന മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ച് ഒരു മനുഷ്യൻ ഈ തെരുവിലൂടെ കടന്നു പോകുമ്പോൾ മുഴുവൻ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ആ മനുഷ്യന് പിന്തുണ കൊടുക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കാൻ പോലും തയ്യാറില്ലാത്ത ചില ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉപദേശിക്കാൻ വരികയാണ്. ഞാൻ അതിലേക്ക് കൂടി കടന്നുപോയ പ്രസംഗം നീണ്ടുപോകും എന്നതുകൊണ്ട് അങ്ങനെയുള്ള ഉപദേശികൾ ഈ സമരത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അതൊരു കണ്ടെയ്നർ യാത്രയാണ് എന്നും RSSന്റെ കാര്യാലയത്തിൽ നിന്നല്ല AKG സെന്ററിന്റെ ഓഫീസിൽ നിന്ന് സ്വരാജിനെ പോലെയുള്ളവർ ഇതൊരു കണ്ടെയ്നർ യാത്രയാണ് എന്ന് പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ ഒരുമിപ്പിക്കാനുള്ള പോരാട്ടങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ പോരാട്ടത്തോടൊപ്പം നിൽക്കുക എന്നതാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം എന്ന് മാത്രം ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു ചെറിയ നമ്പ് കൊണ്ടെങ്കിലും ഒരു ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നമുക്ക് സഞ്ചരിക്കേണ്ട ഇതുപോലൊരു സമ്മേളനത്തിലെങ്കിലും കൂടെ ഇരിക്കുന്ന ഒരാളോടെങ്കിലും, ഒപ്പമിരിക്കുന്നവരോട്, സുഹൃത്തുക്കളോട്, ഫോൺ ചെയ്യുന്നവരോട്, കാണുന്നവരോട് ഈ രാജ്യം ഒരുമിക്കുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച് പങ്കുവെക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ദീർഘമായി പറഞ്ഞു പോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.